ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ് വിദ്യാർത്ഥികൾ. ഇന്നത്തെ വിദ്യാർത്ഥികൾ ഈ നിലയിലാവാൻ കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം അവർ കുട്ടികളെ വിഷമം അറിയിച്ചിട്ടില്ല. അതായത് എന്താവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കുക, അവർക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യവും അറിയില്ല. എല്ലാം കിട്ടും. അപ്പോൾ കിട്ടണം എന്ന് വിചാരിച്ച് അവരാവശ്യപ്പെടുന്നു. രക്ഷിതാക്കൾ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അതെങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കുന്നു. കാരണം തൊട്ടടുത്ത കുട്ടിക്ക്, അതായത് തൻ്റെ ഫ്രണ്ടിന് അതുണ്ട്, അപ്പോൾ എനിക്കും അത് വേണം എന്ന് വീട്ടിൽ വന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ നമുക്കത് വാങ്ങിക്കാനുള്ള കഴിവില്ല മകളെ അല്ലെ മകനെ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. പകരം എങ്ങനെയെങ്കിലും ആ സാധനം അവർക്ക് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വളരുന്ന കുട്ടികൾ, അവർക്കറിയാം എന്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടാലും തൻ്റെ രക്ഷിതാക്കൾ അത് ചെയ്തു തരും എന്ന്. എപ്പോഴെങ്കിലും ഒരവസ്ഥയിൽ അത് കിട്ടാതെ വരുമ്പോൾ അവർ അതിനു വേണ്ടി പല വഴികളും തേടുന്നു. ഇനി ഒരവസ്ഥയിലും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അതിന് എതിരെ ഭീഷണി മുഴക്കുന്നു. ഞാൻ അതുപോലെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ രക്ഷിതാക്കൾ വിചാരിക്കും അവർക്ക് തൻ്റെ കുട്ടിയല്ലേ വലുത്, അപ്പോൾ അവന് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവരത് വാങ്ങിക്കൊടുക്കും. കുട്ടികളെ അത് വാങ്ങിക്കാൻ നമ്മൾക്ക് കഴിവില്ല എന്ന് കുട്ടിയും മനസ്സിലാക്കണം. കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്നത്തെ സമൂഹം ഇങ്ങനെയൊരവസ്ഥയിൽ എത്തിപ്പെട്ടത്. അഥവാ ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ എവിടെയെങ്കിലും കിട്ടാനുള്ള വഴികൾ അവർ തേടുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. കാരണം കുട്ടികൾ മനസ്സിലാക്കണം, രക്ഷിതാക്കൾ അത് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ രക്ഷിതാക്കളും കൂടെ തന്നെ അധ്യാപകരും ഒക്കെ സഹകരിച്ചാൽ മാത്രമേ ഇന്നത്തെ സമൂഹത്തിന് നമുക്ക് നല്ലൊരു തലമുറയായി വാർത്തെടുക്കാൻ കഴിയൂ. എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുക എന്നുദ്ദേശിക്കുന്നത് അവർക്ക് എല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ടായിരിക്കരുത്. അവർ സ്വയം നേടിയെടുക്കണം. സ്വയം നേടിയെടുക്കുക എന്നുദ്ദേശിച്ച് മോശമായ വഴികളിലൂടെ പോയിട്ടല്ല, നല്ല പാതയിലൂടെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ സ്വയം തിരഞ്ഞെടുത്ത് അത് അധ്വാനിച്ച് നേടുക. അതാണ് അവർ സ്വയം സമ്പാദിച്ച് നേടുക. ഇന്നത്തെ കുട്ടികൾ അത് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പം പൈസ കിട്ടാനുള്ള വഴി എന്താണെന്ന് അവർ ചെയ്യും. അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അങ്ങനെ അവസ്ഥയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് ഇതിനൊക്കെ പ്രശ്നം. അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കുക തന്നെ വേണം, പറയേണ്ടടുത്ത് പറയുക തന്നെ വേണം. അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയോ മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ഒത്തുചേർന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എല്ലാം നേടിക്കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ കർത്തവ്യം എന്ന് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമായിരിക്കണം രക്ഷിതാക്കൾ ചെയ്യുന്നത്. അല്ലാതെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി അവിടെ പോകുന്നുണ്ട്, അവന് ഇങ്ങനെയൊക്കെ ഡ്രസ്സുണ്ട്, അപ്പോൾ അതെനിക്കും വേണം എന്നൊക്കെ കുട്ടികൾ വാശി പിടിക്കും. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ 2 തലമുറകളുണ്ടാകും, ശരി തന്നെ. പക്ഷേ ലോകം മൊത്തം മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ലോകം മാറുന്നതിനനുസരിച്ചാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ലോകത്തിന് മാറ്റം വരണം, പക്ഷേ നല്ല രീതിയിലായിരിക്കണം ആ മാറ്റം. നമുക്കിതിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ മാറ്റം വരുത്താൻ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. സമൂഹത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ ഒന്നിച്ചൊന്നിച്ച് ചേർന്ന് കുട്ടികളുടെ ആവശ്യങ്ങൾ മാത്രമല്ല, അവർക്ക് ആവശ്യമേ ഉണ്ടാവുള്ളൂ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കുട്ടികളിൽ ചെയ്തു കൊടുക്കുക. അവർ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക മാത്രമായിരിക്കണം അവരുടെ ലക്ഷ്യം. അല്ലാതെ അതിനിടയിൽ മറ്റു പല കാര്യങ്ങളിലും അവരുടെ കൂടുതൽ ഫ്രീഡം, ഇപ്പം കൂടുതൽ കേൾക്കുന്നൊരു കാര്യം അതാണ്, ഫ്രീഡമില്ല, സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഫ്രീഡം വേണം, എന്നാലും ഒരു കൺട്രോൾ രക്ഷിതാക്കളുടെ കയ്യിലുണ്ടായിരിക്കണം. കൺട്രോൾ ഇല്ലാതൊരു ഫ്രീഡം ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത്. തരാൻ പറ്റില്ല, എനിക്കത് വാങ്ങിത്തരാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞ് അവനെ അത് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് നാം ചെയ്യേണ്ടത്.